അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് കൂടി നമുക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ നവകേരള സദസ്സിൽ ചർച്ചയായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണക്കാർ ആരാണ്? കേന്ദ്രമാണോ അതോ കേരളമാണോ? ആലത്തൂർ പറയുന്ന മറുപടി എന്താണ് എന്ന് കൂടി നോക്കാം. കേന്ദ്ര സർക്കാരാണോ അതോ സംസ്ഥാന സർക്കാരാണോ കാരണക്കാർ? ഇടത് സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദത്തെ ആലത്തൂർ തള്ളുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പരാജയമെന്ന് അഭിപ്രായപ്പെടുന്നവർ 53.9% പേരാണ്. അതായത് ഇടത് മനസ്സുള്ള മണ്ഡലം ഇടത് സർക്കാർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാദം. അതെ, 54% ആളുകൾ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് പറയുമ്പോൾ കേവലം 39%, അത് ചെറിയ നമ്പരല്ല, 39% ആളുകൾ കേന്ദ്രത്തിന്റെ നയങ്ങളാണ് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം എന്ന് കാണുന്നു. അത് രണ്ട് തരത്തിലാണ് അതിന്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഒന്ന്, അത് രമ്യ ഹരിദാസിന് ഗുണകരമാണ്. രണ്ട്, BJPക്ക് ഒട്ടും തന്നെ ആശ്വാസകരവുമല്ല. അതായത് 40%-നടുത്ത ആളുകൾ കേന്ദ്ര സർക്കാർ കേരളത്തോട് അവഗണന കാണിക്കുന്നു എന്ന് പറയുന്നത് NDA സംബന്ധിച്ച് നല്ല സൂചനയല്ല. 40%-ഓളം കേഡർ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. അതൊരു സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ഉത്തരമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കൂടി പോകാം. വളരെ പ്രധാനപ്പെട്ട ആരോപണമാണ് അത്. രാഹുൽ ഗാന്ധി അടക്കം ഉന്നയിക്കുന്ന ആരോപണം. ആയുധമാക്കുന്നുണ്ടോ കേന്ദ്ര ഏജൻസികളെ കേന്ദ്ര സർക്കാർ? EDയും CBIയും ഒക്കെ വന്നിറങ്ങുന്നത് ഒരു രാഷ്ട്രീയ ആയുധമായാണോ എന്ന ചോദ്യമാണ് 11ാമതായി നമ്മൾ ആലത്തൂർ. കേരളത്തിൽ പക്ഷേ ഇടതുപക്ഷമാണ് ഈ വിഷയം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതെ, അപ്പോൾ ആലത്തൂരിന്റെ മനസ്സിലേക്ക് ആ ചോദ്യം തറച്ചെങ്കിൽ അവർ കൊടുക്കുന്ന മറുപടി എന്താണ്? ഇല്ല എന്ന അഭിപ്രായമാണ് കൂടുതൽ. 51.1% പേരും. അത് വളരെ വളരെ പ്രധാനമാണ്. ഞാൻ പറയുന്നത് ആലത്തൂരുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ED CBI അന്വേഷണം കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് പറയുന്ന 51%-ന് മുകളിലാണെങ്കിൽ അതിൽ ഇടതുപക്ഷം വിഷമിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ആലത്തൂരിൽ നിന്ന് അത്ര ദൂരത്തല്ല കരുവന്നൂർ. കേരളത്തിലെ ഏറ്റവും വലിയ ED അന്വേഷണം എന്ന് പറയുന്നത് നടന്നുകൊണ്ടിരിക്കുന്ന കരുവന്നൂരിലാണ്. കരുവന്നൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആ അന്വേഷണം ആളുകൾ കേവലം അതൊരു പകപോക്കലായി കാണുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷനാണ്. അതിനകത്ത് PK ബിജു ഉണ്ട് കേട്ടോ. PK ബിജുവും ആരോപണ വിധേയനാണ്. ആ അർത്ഥത്തിൽ ഈ അഭിപ്രായം രമ്യ ഹരിദാസിനാണ് ഗുണകരമാകാൻ പോകുന്നത്. അപ്പോൾ കേന്ദ്ര ഏജൻസികളെ ആയുധമാക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഗ്രാഫിലെ ആ ഒരു NDAയുടെ വളർച്ചയുണ്ടല്ലോ, അതും കേന്ദ്രവിരുദ്ധ വികാരം നരേന്ദ്രമോദിക്ക് അനുകൂലമായ വോട്ടുകളിലൂടെ അവിടെ കുറഞ്ഞു വരികയാണ് എന്നൊരു ഇൻഡിക്കേഷൻ നൽകുന്നുണ്ട്. ഏറ്റവും വലിയ ആരോപണമാണ് സെൻട്രൽ ഏജൻസീസിനെ ഉപയോഗിക്കുന്നത്. ED, CBI, ലേറ്റസ്റ്റ് SFIO എല്ലാം ഉപയോഗിക്കുന്നത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന് പറയുമ്പോൾ കരുവന്നൂരിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെടുക്കുന്നു, കണ്ടലയിൽ കണ്ടെടുക്കുന്നു, ഭാസുരാങ്കനെ പിടികൂടുന്നു. അങ്ങനെ ഇതുവരെ നടക്കാത്ത രീതിയിലുള്ള ഒരു നിയമ നടപടികളിലേക്ക് പോകുമ്പോൾ അവിടെ രാഷ്ട്രീയ പകപോക്കൽ എന്ന ആരോപണത്തിന്റെ വാല്യൂ അതൊരു ഡിപ്രീസിയേഷനിലേക്ക് പോവുകയാണ്. അത് വളരെ പ്രധാനമാണെന്ന് മാത്രമല്ല, ഈ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് കേട്ടോ വടക്കാഞ്ചേരി ഉള്ളത്. വടക്കാഞ്ചേരി എന്നുള്ള MLA ആണ് AC മൊയ്തീൻ. അപ്പോ വടക്കാഞ്ചേരി MLA ആയിട്ടുള്ള AC മൊയ്തീന്റെ സ്ഥലം അടക്കം നിൽക്കുന്ന ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഈ EDയുടെ അന്വേഷണമൊന്നും രാഷ്ട്രീയ പകപോക്കലല്ല എന്ന് കാണുന്നുണ്ടെങ്കിൽ കരുവന്നൂർ ഒരു റിഫ്ലക്ഷൻ അവിടെ ഉണ്ടാക്കും. വടക്കാഞ്ചേരി അത് രമ്യ ഹരിദാസിന് വീണ്ടും ഗുണകരമാകാൻ പോകും. അപ്പോൾ കുന്നംകുളത്ത് AC മൊയ്തീനിലേക്ക് തൊടുത്തുവിട്ട അമ്പ് അത് ചേലക്കര കടന്ന് ഇപ്പോൾ മത്സരിക്കാൻ വരുന്ന ആലത്തൂരിൽ K രാധാകൃഷ്ണനിൽ വന്ന് തറയ്ക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം EDയെയും CBIയെയും ഒന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്ന ചോദ്യത്തോട് 50%-ലധികം പേർ പറയുന്നു ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല.